പതുക്കെ ഒരു കേവലമായിട്ടുള്ള പദ്ധതി വേണോ വേണ്ടയോ എന്നുള്ള ആർഗ്യുമെൻറ്റിൽ നിന്ന് പരിസ്ഥിതിയെക്കുറിച്ചുള്ള, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള, വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഉന്നത തലത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റാക്കി ഇതിനെ പരിവർത്തനപ്പെടുത്താൻ പരിഷത്തിന് കഴിഞ്ഞു എന്നല്ല പറയേണ്ടത്, കേരളീയ സമൂഹത്തിന് കഴിഞ്ഞു. പരിഷത്ത് അതിലൊരു നിർണായകമായ പങ്കുവച്ചു. പരിഷത്ത് മാത്രമല്ല, പല ആളുകൾക്കും നിലപാടുകൾ എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയ രംഗത്തുണ്ടായ രസകരമായ കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സൈലൻറ്റ് വാലി അനുകൂലികളും സൈലൻറ്റ് വാലി വിരോധികളും ഉണ്ടാവാൻ തുടങ്ങി. അത് നല്ലൊരു സംഗതിയായിരുന്നു. കാരണം പരമ്പരാഗതമായ ഒരു പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് അല്ല, ദർ ഇസ് എ പോയിൻറ്റ് ഫോർ ആർഗ്യുമെൻറ്റ്. ഇവിടെ ഒരു വാദത്തിൻ്റെ ആവശ്യമുണ്ട്. അതൊരു കേരളത്തിന് വലിയൊരു സംഭാവന ചെയ്തൊരു മാറ്റമായിരുന്നു. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആർഗ്യുമെൻറ്റുകളുടെ ഒരു നല്ല തുടക്കമായിരുന്നു. അവസാനം ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഇടപെടലോടുകൂടി സൈലൻറ്റ് വാലി പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. അതിനു മുമ്പ് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. കാരണം ഒരു പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു വാദം, അതിനുവേണ്ടി ജനങ്ങൾ അണിനിരക്കുക, വലിയ തോതിൽ ജനങ്ങളെയും ഒക്കെ അണിനിരത്താനും ആ പ്രവർത്തനത്തിന് കഴിഞ്ഞു. പരിഷത്ത് പലരും സഹായിച്ചു. പരിഷത്ത് അതിലൊരു നിർണായകമായ പങ്കുവഹിച്ചു. സമൂഹത്തിൻ്റെ പോക്കുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആണ് എന്നൊരു ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ യുടെ വലിപ്പം, അതിൻ്റെ വികസനം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇത് ഒരു തരത്തിൽ ഇതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് പരിഷത്ത് 2-3 പ്രധാനപ്പെട്ട ഇഷ്യൂസ് കൊണ്ടുവന്നത്. ഒന്ന്, ഈ അന്ന് അഖില ലോകതലത്തിൽ തന്നെ നടക്കുന്ന ചർച്ചകളുടെ എന്താണ് ആരോഗ്യം. ഇപ്പോൾ WHO ആത്മാഹത്യാ ഡിക്ലറേഷനൊക്കെ പ്രചരിച്ചു തുടങ്ങിയ കാലം. അതായത് ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരു ശരീരത്തിൻ്റെ സ്ഥിതി മാത്രമല്ല, ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സ്ഥിതിയാണ് ആരോഗ്യമായിട്ട്. അപ്പോൾ ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴേ ആരോഗ്യമായിട്ട് മാറും. നമ്മുടെ ഒരു ധാരണ പൊതുവേ എന്ന് പറഞ്ഞാൽ ആരോഗ്യം നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് ഉണ്ടാക്കും. നല്ല ഭക്ഷണം കിട്ടണ്ടേ, നല്ല ഭക്ഷണം ഉൽപ്പാദിപ്പിക്കണ്ടേ, അതിന് അനുയോജ്യമായ സാമൂഹ്യസ്ഥിതി ഉണ്ടോ, അതൊക്കെ കൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ ഈ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷൻ, ആരോഗ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വെറും ഒരു ഡോക്ടറും ആശുപത്രിയും മാത്രമല്ല, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ, ഡോക്ടറെ കാണലും ഒക്കെ. ആരോഗ്യം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ സാമൂഹികമായിട്ടുള്ള ആലോചനകൾക്ക് വലിയ പ്രസക്തിയുണ്ട് തുടങ്ങി ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കണം. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത്, മരുന്നുകളെക്കുറിച്ച്, എസെൻഷ്യൽ ഡ്രഗ്സ് അന്ന് ധാരാളമായിട്ട് ചർച്ച നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട WHO ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യരംഗത്ത് നടക്കുന്ന വലിയ കച്ചവട താല്പര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള അവശ്യ മരുന്നുകൾ കിട്ടുന്നില്ല. അതേസമയം ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം മരുന്നുകളുടെ വിൽപ്പന ഭയങ്കരമായിട്ട് നടക്കുകയും ചെയ്യും. ഇപ്പോൾ പലപ്പോഴും ടോണിക്കുകൾ പോലെ അത്രയൊന്നും അത്യാവശ്യമല്ലാത്ത പല മരുന്നുകളും വ്യാപകമായിട്ട് വിൽപ്പനയ്ക്ക് എത്തുന്നു, സപ്ലിമെൻ്ററി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. അതേസമയം അത്യാവശ്യം വേണ്ട മരുന്നുകൾ മാർക്കറ്റിൽ കിട്ടാതെ വരുന്നു, ഇങ്ങനത്തെ സ്ഥിതി. അപ്പോൾ എസെൻഷ്യൽ ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് തന്നെ അതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിക്കുകയും ഹാത്തി കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കുകയും അത് അടച്ചുപൂട്ടി വയ്ക്കുകയൊക്കെ ചെയ്തു. പരിഷത്തിൻ്റെ ഡോക്ടർ ഇക്ബാലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവരികയും നമ്മൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത് അത് വ്യാപകമായ ചർച്ചയ്ക്ക്, അതായത് എങ്ങനെയായിരിക്കണം ജനകീയ ആരോഗ്യത്തിൻ്റെ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആരോഗ്യത്തിൻ്റെ പ്രവർത്തനം, അപ്പോൾ ആരോഗ്യ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണം, പൊതുജന ആരോഗ്യം എങ്ങനെ മൊത്തത്തിൽ നിലനിർത്തണം, ആശുപത്രികൾ മാത്രമല്ല പൊതുജനാരോഗ്യത്തിൻ്റെ പല ഘടകങ്ങളായിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും നോക്കിക്കൊണ്ടുള്ള ആരോഗ്യത്തിൻ്റെ വികസനം അങ്ങനെ. അപ്പോൾ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം, മറുഭാഗത്ത് പരിസരം, വീണ്ടും ആരോഗ്യം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശാസ്ത്രം എങ്ങനെ ഇടപെടുന്നു എന്നത് നോക്കേണ്ടത് പരിഷത്തിൻ്റെ ഒരു ചുമതലയും ബാധ്യതയായിട്ട് പതുക്കെ പ്രവർത്തനങ്ങളിലൂടെ മാറുകയാണ്. ഇതിനെ ഓരോന്നിനെയും ചുറ്റിപ്പറ്റിയുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങളും ലേഖനങ്ങളും ചർച്ചകളും ഒക്കെ പരിഷത്ത്. അപ്പോൾ അതിനിടയിൽ തന്നെ പരിഷത്തിൻ്റെ പ്രചാരണ രംഗത്തും പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ പാരമ്പര്യമുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ അവരുടെയൊക്കെ തോളത്ത് കയറുന്നതുകൊണ്ടാണ് പരിഷത്തും വളർന്നതെന്ന് വേണമെങ്കിൽ പറയാം. പലതരത്തിലുള്ള ജാഥകൾ, ഇപ്പം ശാസ്ത്രജ്ഞർ ജാഥ നടത്തുന്നതൊന്നും സാധാരണ നമ്മുടെ ഇതിലുള്ളതല്ല.
പരിഷത്തിൻ്റെ ആൾക്കാർ ജാഥയും നടത്തി. ഇപ്പോൾ പരിഷത്തിൻ്റെ തിരുവല്ലയിൽ നടന്നിരുന്നൊരു വാർഷികമായിട്ട് ബന്ധപ്പെട്ട് പരിഷത്ത് നടത്തിയ ഒരു ജാഥ നടത്തി. ശാസ്ത്രജ്ഞർ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടുള്ള ഒരു ജാഥയാണ് നടത്തിയത്. ഇപ്പോൾ 2 ഭാഗത്തുനിന്ന് 2 ജാഥകൾ വരുന്നു, തിരുവല്ലയിൽ സംഗമിക്കുന്നു. 2 ജീപ്പിലാണ് പോകുന്നത്. അതിൽ ഡോക്ടർ മാധവൻകുട്ടിയെ പോലുള്ള ആൾക്കാരുണ്ട്, MP പരമേശ്വരൻ പോലുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പല ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്, PT ഭാസ്കർ പണിക്കരുണ്ട്. അവരൊക്കെ വഴിയിൽ നിർത്തിക്കൊണ്ട് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ ജനങ്ങളോട് സംസാരിക്കുന്നത് അത്ര പതിവുള്ള കാര്യമില്ല ശാസ്ത്രജ്ഞന്മാർ. രണ്ടാമത്, ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുമോ ശാസ്ത്രത്തെക്കുറിച്ച് എന്നതൊരു തർക്ക വിഷയമാണ്. വിഷയമൊക്കെ സങ്കീർണമായിട്ടുള്ള ഭാഷയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടി വരില്ലേ? അത്തരത്തിലുള്ള കടമ്പകളൊക്കെ സ്വാഭാവികമായിട്ട് തരണം ചെയ്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ഭാഷയിൽ ശാസ്ത്രം സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടാവുന്നു. ഭാഷയിൽ സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ ജീവിതമായിട്ട് ശാസ്ത്രം സ്വാഭാവികമായിട്ട് കൂടുതൽ ബന്ധപ്പെടും. അങ്ങനെ പരിഷത്ത് എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞരുടെ ഒരു സംഘടനയല്ല, ശാസ്ത്രത്തിൽ താല്പര്യമുള്ള, ശാസ്ത്രം സമൂഹത്തിൻ്റെ വികാസത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്നവരുടെ, ശാസ്ത്രത്തിന് നിർണായകമായ പങ്ക് സാമൂഹ്യ വികാസത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ സംഘടനയായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പരിണമിക്കും. ചില ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ. പ്രൊഫസർ PV അപ്പു എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു കെമിസ്ട്രി പ്രൊഫസർ ഉണ്ടായിരുന്നു എറണാകുളം മാരിയാസ് കോളേജിൽ. അദ്ദേഹം നന്നായി കെമിസ്ട്രി പഠിപ്പിക്കുന്ന പ്രശസ്തനായ അധ്യാപകൻ. അപ്പോൾ എറണാകുളത്ത് വെച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വാർഷികം നടന്നപ്പോൾ അതിൻ്റെ സമാപനം വേണം. എല്ലാവരും സമാപന സമ്മേളനം നടത്തുന്നത് പൊതുയോഗമായിട്ടല്ലേ. പരിഷത്തിനും അതുപോലത്തെ ഒരു സമാപന സമ്മേളനം പൊതുയോഗമായിട്ട് വേണം തീരുമാനിക്കുകയും അവിടെ വെച്ചൊരു പൊതുയോഗം നടത്താൻ, ഒരു പാർക്കിൽ വെച്ച് പൊതുയോഗം നടത്താൻ തീരുമാനിച്ചു. പൊതുയോഗത്തിൽ സംസാരിക്കാൻ വരുന്ന പ്രൊഫസർ PV അപ്പു. അദ്ദേഹം സംസാരിക്കുന്ന വിഷയം നിത്യജീവിതത്തിലെ രസതന്ത്രം എന്നാണ്. അപ്പോൾ അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന കറിയുപ്പിൻ്റെയും സാമ്പാറിൻ്റെയും അവിടെയൊക്കെ എല്ലായിടത്തും ഉള്ള ഒന്നാണല്ലോ കെമിസ്ട്രി, നമ്മൾ ഈ ലാബറട്ടറിയിൽ മാത്രമുള്ളതെന്നല്ലേ കരുതുന്നത്. വളരെ മനോഹരമായി ഈ വിഷയം അവതരിപ്പിക്കുകയും ആളുകൾ ഒരു പൊതുയോഗത്തിന്, ഒരു പൊളിറ്റിക്കൽ നേതാവ് സംസാരിക്കുന്ന പൊതുയോഗത്തിന് എന്ന പോലെ ഒരുമിച്ച് കൂടുകയും ചെയ്ത ഒരു രസകരമായ അനുഭവം. അതൊരു വലിയ അനുഭവമായിരുന്നു അക്കാലത്ത്. കാരണം ശാസ്ത്രത്തെക്കുറിച്ച് ഒരു ശാസ്ത്രജ്ഞൻ, ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ സാധാരണ മനുഷ്യന്മാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ പരിഷത്തിൻ്റെ ശൈലിയിലും ഒക്കെ ഉണ്ടാവും. ഇത് പതുക്കെ പതുക്കെ വളർന്ന് പരിഷത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ ആകെ ബാധിച്ചു.